Hi dears, welcome to Study Chips. Class 5 Maths Chapter 12 Tables and Graphs. പട്ടികകളും ചിത്രങ്ങളും. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാള മീഡിയക്കാർക്കും രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെതാണെങ്കിലും അതിൻ്റെ മലയാളം മീനിങ് ഞാൻ പറയുന്നതുമാണ്, അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം താഴെ കൊടുക്കുന്നതുമാണ്. ഓക്കെ, പേജ് നമ്പർ 137 137 ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദി പോപ്പുലേഷൻ ഓഫ് ദി വേരിയസ് ഡിസ്ട്രിക്റ്റ് ഓഫ് അവർ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദി 2011 സെൻസസ് ഈസ് ഗിവൺ ഇൻ ദി ടേബിൾ ബിലോ. 2011 കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ജനസംഖ്യ ഇങ്ങനെയാണ്. ജനസംഖ്യ പോപ്പുലേഷൻ്റെ ചാർട്ടാണല്ലേ, ജനസംഖ്യ പോപ്പുലേഷനാണ് ഇവിടെ തന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ ജില്ലകളുടെയും പോപ്പുലേഷൻ ജനസംഖ്യയുടെ അളവാണ് തന്നിട്ടുള്ളത്. റീറൈറ്റ് ദി ടേബിൾ വിത്ത് പോപ്പുലേഷൻ ഇൻ ദി അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ ഈ പോപ്പുലേഷന് നമ്മൾ തിരുത്തി എഴുതണം, റീറൈറ്റ് ചെയ്താനാണ് പറഞ്ഞതിൽ. അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡ് ചെയ്യുക, അങ്ങനെ കയറ്റി എഴുതുക. അതായത് ആദ്യം ചെറുത് എഴുതുക, പിന്നെ വലുതിലേക്ക് എഴുതുക. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴോട്ടില്ലേ ഡിസെൻഡ് ചെയ്യുക, അതായത് കീയുക അല്ലെ, കുറയുക. ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഇങ്ങനെ എഴുതുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് പറഞ്ഞാൽ അസെൻഡ് ചെയ്യുക, കൂടുക അല്ലേ, കൂടുന്നതില്ല. അതായത് ചെറുതിൽ നിന്ന് കൂട്ടി എഴുതുക, വലുതിലേക്ക് പോവുക. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളത് ആദ്യം എഴുതണം. ഏറ്റവും ചെറിയ സംഖ്യ, അതല്ല ഏറ്റവും ചെറിയ പോപ്പുലേഷൻ ജനസംഖ്യ ഉള്ളത് ആദ്യം എഴുതണം. മലയാള മീഡിയക്കാരുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയിൽ നിന്ന് ഏറ്റവും കൂടിയ ജനസംഖ്യ എന്ന ക്രമത്തിൽ ഈ പട്ടിക മാറ്റി എഴുതുക അല്ലെ. ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയ ജനസംഖ്യയിലേക്ക് ഇങ്ങനെ എഴുതിയിട്ട് ഈ പട്ടിക നമ്മൾ മാറ്റി എഴുതണം. ഇത് അസെൻഡിങ് ഓർഡറിലെ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ഇത് അസെൻഡിലെ. അപ്പോൾ ചെറുതാദ്യത പിന്നെ വലുത് അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ അല്ലെ, പോപ്പുലേഷൻ ജനസംഖ്യ ഏറ്റവും കുറവ് ഏതിനാണ്? വയനാടിനല്ലേ ഏറ്റവും ഡിജിറ്റ്സ് കുറവുള്ള, അക്കങ്ങൾ കുറവുള്ളതല്ലേ ചെറിയ സംഖ്യ ആവുക അല്ലെ. 1, 10, 100 ഇതിലേതാണ് ഏറ്റവും ചെറിയ സംഖ്യ? ഡിജിറ്റ്സിലെ അക്കങ്ങൾ കുറവുള്ള, ഒരു ഡിജിറ്റ് ഉള്ളത്, ഒരക്കുള്ളത് ഏറ്റവും ചെറുത്. 2 അക്കമായോ അതിനേക്കാളും വലുതായില്ലേ, 3 അക്കങ്ങളായപ്പോൾ അതിനേക്കാളും വലുതായില്ലേ. അക്കങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സംഖ്യ വലുതായി വരികയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറുത് സംഖ്യ കുറവുള്ളതായിരിക്കും. ഇപ്പോൾ വയനാടിനാണ് അക്കങ്ങൾ കുറവുള്ളത്, ഡിജിറ്റ്സ് കുറവുള്ളത്. ഇങ്ങനെ നോക്കൂ അല്ലെ, ഒരു ഡിജിറ്റ്സ് ഇവിടെ മുന്നിൽ കൂടുതലാണ് അല്ലേ. നമ്മളെങ്ങനെയാണ് പറയല്? 1, 10, 100, 1000, 10,000, ലക്ഷം അല്ലേ. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000, ലാക്ക് കഴിഞ്ഞാൽ കോറ് അല്ലേ, ഒരു കോടിയിലെ, ലക്ഷം കോടിയിലെ, അങ്ങനെയാണ് പറയല്. അപ്പോൾ കോടികളെക്കാൾ കുറവ് ഇവിടെ ലക്ഷം ഉള്ളത് ഫസ്റ്റത്തത് അല്ലേ, വയനാടാണ് ഫസ്റ്റ്. 1, 10, 100, 1000, 10,000, ലക്ഷം കോടിയിലെ, എല്ലാം കോടികളാണല്ലേ. ഈ ഡിജിറ്റ്സ് തന്നെയാണ് എല്ലാ ഡിജിറ്റ്സുകളും. അപ്പോൾ ഈ ഡിജിറ്റ്സ് എല്ലാം ഏറ്റവും ചെറിയ നമ്പർ അല്ലേ. ഫസ്റ്റത്തെ 2 നമ്പേഴ്സ് ഏറ്റവും ചെറുത് ഏതാ നോക്കിയാൽ മതി അല്ലേ, അതായിരിക്കില്ലേ ചെറുത്. 10,000ഉം 12,000ഉം അല്ലേ, 10,000ഉം 12,000ഉം അല്ലേ. ഇതിലേതാണ് വലുത് അല്ലേ? 12 അല്ലേ, ഫസ്റ്റത്തെ നമ്പർ വലുത്. 10നേക്കാൾ വലുത് 12ആണ്, അതുകൊണ്ട് തന്നെ 12,000 വലുത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണോ അത് ചെറുതായിരിക്കും അല്ലേ. ഫസ്റ്റ് 2 നമ്പേഴ്സ് ചെറുതായാൽ അതായിരിക്കും ചെറിയ സംഖ്യ. ഇതിലേതാണ് ഫസ്റ്റത്തെ 2 നമ്പേഴ്സ് എല്ലാം നോക്കുക, ഇതിലേതാണ് ഏറ്റവും ചെറുത് നോക്കുക, അതായിരിക്കും ചെറിയ സംഖ്യ. ചെറുതിൽ നിന്നില്ലേ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ചെറുതെടുത്തു, ഇനി അടുത്ത ചെറുതെടുക്കുക. ഇങ്ങനെ ചെറുതിന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത്. 13 ഫസ്റ്റ് വരുന്നതുണ്ട്, പിന്നെ 41, 28 ഒക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ഇവിടെ 11, 2 സ്ഥലത്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ 110 ആണോ 119 വലുത് അല്ലേ? 119 വലുത്. അപ്പോൾ 110 ചെറുത് അല്ലേ. അപ്പോൾ അത് സെക്കൻഡ് കൊടുക്കാം. അപ്പോൾ ഇടുക്കി സെക്കൻഡ്. നെക്സ്റ്റ് അപ്പോൾ 11 വരുന്നത്, 119 വരുന്നത്. നെക്സ്റ്റ് 13 വരുന്നതുണ്ടല്ലേ, 130, 197 വലുത് അല്ലേ, ഇതാണ് വലുത്. അപ്പോൾ ചെറുതാണ് അല്ലേ, ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് ഇത്. നെക്സ്റ്റ് ചെറുത് ഏതാണ്? 4 കാസർഗോഡാണ്. നെക്സ്റ്റ് 19 വരുന്നത് കോട്ടയമാണ്. 25, 31 21 നെക്സ്റ്റ് വരുന്നത് അല്ലേ, ചെറുത്. അപ്പോൾ 6 ഇതിന് കൊടുക്കാം. നമുക്ക് ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്കില്ല, അസെൻഡിങ് ഓർഡറിലെ വലുതാക്കി കൂട്ടിയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും പോപ്പുലേഷൻ കുറവ്, ജനസംഖ്യ കുറവുള്ളത് ഏറ്റവും എഴുതുക, ഏറ്റവും ചെറിയ നമ്പർ അല്ലേ. നെക്സ്റ്റ് അടുത്ത ചെറിയ നമ്പർ. നെക്സ്റ്റ് 3, 4 ഏതാണ്? കാസർഗോഡ്. 5, 19 കോട്ടയം അല്ലേ. 6, 21 നെക്സ്റ്റ് അല്ലേ. ഫസ്റ്റത്തെ 2 ഡിജിറ്റ് നോക്കിയാൽ മതി അല്ലേ. നെക്സ്റ്റ് 7th ഏത് വരും? കണ്ണൂരിലെ 25, 26 അല്ലേ നെക്സ്റ്റ് നമ്പർ. നെക്സ്റ്റ് 28, 30, 31, 32, 33, 41 അല്ലേ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി അല്ലേ നമ്മൾ. 41 ഏറ്റവും വലിയ നമ്പർ. ഫസ്റ്റത്തെ 2 നമ്പർ ഏറ്റവും വലുതാണെങ്കിൽ ആ നമ്പർ, ആ സംഖ്യയും വലുതായിരിക്കും അല്ലേ. ടോട്ടൽ ആ നമ്പർ മൊത്തത്തിൽ വലുതായിരിക്കും. ഏറ്റവും വലിയ സംഖ്യ നമ്മുടെ മലപ്പുറത്തിൻ്റെതാണ്. അപ്പോൾ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. ഏറ്റവും കുറവ് ജനസംഖ്യ അല്ലെ, പോപ്പുലേഷൻ കുറവുള്ള ജില്ല ഏതാണ്? വയനാട്ടിലാണ് ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദി റൺസ് സ്കോർഡ് ബൈ എ ടീം ഇൻ ദി ഫസ്റ്റ് 10 ഓവർ ഓഫ് എ 1 ഡേ മാച്ച് ഈസ് ഗിവൺ ബിലോ. മലയാള മീഡിയക്കാരുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യത്തെ 10 ഓവറിലെ റണ്ണ് കണക്ക് ഇങ്ങനെയാണ്. 10 ഓവറുകളും അതിലെത്ര റൺസ് സ്കോർ ചെയ്തിട്ടില്ലേ, ഓരോ ബോളുകളിലെ. ഫസ്റ്റ് ബോളിൽ ഇത്ര റൺസില്ലേ, സെക്കൻഡ് ബോൾ, തേർഡ് ബോൾ, അങ്ങനെ ബോൾസും ഓവേഴ്സുമാണ് ഇങ്ങനെ തന്നത്.
ഫസ്റ്റത്തെ ഓവറിലുള്ള റൺസ് അല്ലെ എത്ര സ്കോർ ചെയ്തിട്ട് റൺസ് എല്ലാം കൂടി കൂട്ടിയാൽ 2+2 4 റൺസ് എന്ന് കിട്ടും. സെക്കൻഡ് ഓവറിൽ എത്ര റൺസ് ഇല്ലേ ഇത് ബോൾസ് ആണ്. ഈ ഓരോ ബോൾസിലില്ലേ ഫസ്റ്റ് ബോൾ, സെക്കൻഡ് ബോൾ, തേർഡ് ബോൾ, ഫോർത്ത് ബോൾ, ഫിഫ്ത്ത് ബോൾ, സിക്സ്ത് ബോളിൽ എത്ര റൺസാണ് അല്ലേ. മൂന്നാമത്തെ ഓവറിൽ 4, 5, 6 6 റൺസാണ് സ്കോർ ചെയ്തത് അല്ലേ. നാലാമത്തെ ഓവറിൽ എത്ര സ്കോർ ചെയ്തു, ഇത് ടോട്ടൽ കൂട്ടിയാൽ നമുക്ക് എത്ര സ്കോർ ചെയ്തു അല്ലേ, എത്ര റൺ എടുത്തു എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയല്ലേ ഓരോ ഓവറിലും എത്ര റൺസ് എടുത്തു അത് കൂട്ടി നോക്കുക അല്ലേ. എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ എത്ര വരും. 10ാമത്തെ ഓവറിൽ എത്ര റൺസ് എടുത്തു, 6+4+2 അല്ലേ. കൂട്ടി നോക്കിയിട്ട് ഈ ടേബിളിൽ എഴുതുക. ഫസ്റ്റത്തെ ഓവറിൽ എത്ര റൺസ്, സെക്കൻഡ് ഓവറിൽ എത്ര റൺസ് അല്ലേ. ഓരോ കോളങ്ങളും കൂട്ടി നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. കാൽക്കുലേറ്റ് ദി ടോട്ടൽ റൺസ് സെക്യൂർഡ് ഇൻ ഈച്ച് ഓവർ ആൻഡ് ഷോർട്ടൻ ദി ടേബിൾ ലൈക്ക് ദിസ്. ഈ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞതില്ലേ. ആകെ കിട്ടിയ റണ്ണ് കണക്കാക്കി പട്ടിക ഇങ്ങനെ ചുരുക്കി എഴുതുക അല്ലേ. ഇവിടെ ഓരോ ബോൾസിലുള്ള റൺസ് ആണുള്ളത്. ഒരു ഓവറിൽ ഫസ്റ്റത്തെ ഓവറിലുള്ള ടോട്ടൽ റൺസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. എല്ലാ റൺസ് കൂടി കൂട്ടി എഴുതണം. സെക്കൻഡ് ഓവറിൽ കിട്ടിയ ടോട്ടൽ റൺസ് അപ്പോൾ എത്ര വരും, 4+1 5 6 7 എന്ന് വരും അല്ലേ. അപ്പോൾ 7 അല്ലേ. സെക്കൻഡ് ഓവറിൽ 7 റൺസ് എന്ന് വരും. തേർഡ് ഓവറിൽ കൂട്ടിയിട്ട് ഓരോന്ന് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മനി റൺസ് വെർ സ്കോർഡ് ഇൻ ദി ഫസ്റ്റ് 10 ഓവേഴ്സ്. 10 ഓവറിൽ ആകെ എത്ര റണ്ണ് കിട്ടിയില്ലേ. ആദ്യത്തെ 10 ഓവറിൽ ആകെ എത്ര റണ്ണ് കിട്ടിയില്ലേ. ഹൗ മെനി റൺസ് എത്ര റൺസാണ് കിട്ടിയത്. വേർ സ്കോർഡ് ഇൻ ദി ഫസ്റ്റ് 10 ഓവർ. ഫസ്റ്റത്തെ 10 ഓവറിൽ അല്ലേ, അതായത് 10ാമത്തെ ഓവറല്ല ഫസ്റ്റ് 10 ഓവറിലെ ആദ്യത്തെ 10 ഓവറിലാണ് ചോദിച്ചത്. 10 ഓവറുകളിൽ മൊത്തത്തിൽ എത്ര റൺസാണ് കിട്ടിയത്. അപ്പോൾ ഈ റൺസ് എല്ലാം കൂടി കൂട്ടി എഴുതണം അല്ലേ. കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ എഴുതണം. എല്ലാം കൂടി ഫസ്റ്റത്തെ 10 ഓവർ ആദ്യത്തെ 10 ഓവറിൽ എത്ര റണ്ണ് കിട്ടിയെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് 10ത്തതും ആഡ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ആഡ് ചെയ്യണം, 4+7+6+7+8+7+10+12 എത്ര കിട്ടും, 75 75 എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി ഓവേഴ്സ് വെർ മോർ ദാൻ 6 റൺസ് സ്കോർഡ്. 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവറുകളുണ്ട്. 6 റൺസിൽ കൂടുതൽ, മോർ ദാൻ 6 റൺസിൽ കിട്ടിയ എത്ര ഓവേഴ്സ് ഉണ്ട്. ഇവിടെ എത്ര ഓവറുകളിലാണ് 6 റൺസ്. 6നേക്കാൾ കൂടുതൽ ഏതൊക്കെയാണ്. 6 റൺസ് കിട്ടിയത് 3ൽ 6ആണ്. 6നേക്കാൾ കൂടുതലാണ് ചോദിച്ചത്. 6നേക്കാൾ കൂടുതൽ. രണ്ടാമത്തെ ഓവറിൽ 7 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫോർത്ത് ഓവറിൽ 7 കിട്ടിയിട്ടുണ്ട് അല്ലേ. ഫിഫ്ത്ത് ഓവറിൽ 8 കിട്ടിയിട്ടുണ്ട്. 6നേക്കാൾ കൂടുതലാണ് അല്ലേ. 7ൽ 8 ആണ്, നെക്സ്റ്റ് 8ൽ 7, 9ൽ 10, 10ൽ 12. അപ്പോൾ ഇതിലെല്ലാം 6നേക്കാൾ കൂടുതൽ കിട്ടിയതാണ്. അപ്പോൾ എത്ര ഓവർ ഉണ്ട്, 7 എണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6 7 എണ്ണത്തിൽ നമുക്ക് 6നേക്കാൾ കൂടുതൽ റൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 എന്ന് എഴുതുക. ഇൻ ഹൗ മെനി ഓവേഴ്സ് വെർ ലെസ് ദാൻ 6 റൺസ് സ്കോർഡ്. 6 റണ്ണിൽ കുറവ് കിട്ടിയ എത്ര ഓവർ ഉണ്ട് അല്ലേ. 6 റൺസിൽ ലെസ് ദാനില്ലേ. അപ്പോൾ 6 റണ്ണിൽ കുറവ് കിട്ടിയ എത്ര ഓവറുകളാണുള്ളത്. അപ്പോൾ ഈ ഓവറുകളിൽ ഏതിലൊക്കെയാണ് 6ൽ കുറവ്. 6ൽ കുറവല്ല, 6ൽ കുറവ് മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ 6നേക്കാൾ കുറവ് ഏതാണുള്ളത്, 4 മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, 6നേക്കാൾ കൂടുതലല്ലേ. 6 7 8 ഒക്കെ 6നേക്കാൾ കൂടുതലാണ്. 6ൽ കുറവ് ഏതാണ്, 4 മാത്രം. അതേതാണ് ഫസ്റ്റത്തെ ഓവറിൽ മാത്രം. ആകെ ഒരു റണ്ണിൽ മാത്രമാണ് കിട്ടിയത്. എത്ര ഓവർ ഉണ്ട് എന്നാണ് ചോദിച്ചത്, 1 അല്ലേ. ഒറ്റൊന്നിലേ ഉള്ളൂ അല്ലേ ഫസ്റ്റത്തെ ഓവറിൽ. നെക്സ്റ്റ്, ഡാറ്റ പിക്ചേഴ്സ് അല്ലേ, വിവര ചിത്രങ്ങൾ. ഓരോ വിവരങ്ങളും ഈ വിവരങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പിക്ചർ, ഒരു ചിത്രമാണ് ഇതിലെ ഡാറ്റാസ് അല്ലേ. ഈ ഡാറ്റാസൊക്കെ കാണിച്ചുകൊണ്ട് വരച്ചൊരു ചിത്രമാണിത്. എന്തിൻ്റെ ചിത്രമാണ്. ഇംഗ്ലണ്ട് ബാറ്റഡ് ഫസ്റ്റ് ഇൻ എ T20 മാച്ച് അഗെയിൻസ്റ്റ് ഇന്ത്യ. ദി റൺസ് ദേ സ്കോർഡ് ഇൻ ഈച്ച് ഓവർ ഈസ് ഗിവൺ ഇൻ ദിസ് ടേബിൾ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു T20 ക്രിക്കറ്റ് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഓരോ ഓവറിലും നേടിയ റൺ ഇങ്ങനെയാണ്. ആദ്യം ചെയ്ത ഇംഗ്ലണ്ടിൻ്റെ ഓവേഴ്സാണ് ഇവിടെ കാണിച്ചത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 ക്രിക്കറ്റ് മാച്ചിലെ ഇംഗ്ലണ്ടിൻ്റെ ഓരോ ഓവറും റണ്ണുമാണ് ഇവിടെ ഫസ്റ്റ് തന്നത് അല്ലേ. ഫസ്റ്റത്തെ ഓവറിൽ 11 റൺസ് എടുത്തു, രണ്ടാമത്തിൽ 9 റൺസ് എടുത്തു. ഓരോ ഓവേഴ്സിലും എത്ര റൺസ് എടുത്തു എന്നുള്ളത് തന്നിട്ടുണ്ട്. അത് നമ്മളൊരു ഡാറ്റാ പിക്ചർ ആയിട്ടില്ലേ അതിൻ്റെ വിവര ചിത്രമാക്കിയിട്ട് വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വരയ്ക്കൽ അല്ലേ. അപ്പോൾ താഴെ ഓവേഴ്സാണ് എടുക്കുന്നത് അല്ലേ. ഫസ്റ്റത്തെ ഓവർ, രണ്ടാമത്തെ ഓവർ, ഓരോ ഓവർത്തും അല്ലേ. എത്ര ഓവർ ഉണ്ട്, 20 ഓവേഴ്സ് ഉണ്ട് അല്ലേ. 20 ഓവേഴ്സ് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ടല്ലേ. 20 ഓവറുകളുണ്ട്. റൺസ് ഓരോന്നിൻ്റെ റൺസും അല്ലേ എത്ര വരെയാണ് ഏറ്റവും വലുത്, 20 റൺസ് വരെ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 20 വരെ, 20 21 വരെ, ഒരു 20 വരെ ഇവിടെ മാർക്ക് ചെയ്യണം. റൺസ് 20 വരെ കാണിക്കുന്നുണ്ട് അല്ലേ. ഓരോന്നിലും ഓരോ റൺസാണ്. 11 9 കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഓവറിൽ എത്രയാണ്, 11 റൺസാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഓവറിൽ എത്രയാണ്, 11 മേൽ മാർക്ക് ചെയ്യാല്ലേ. 0 1 2 3 4 5 6 പറഞ്ഞിട്ട് ഇവിടെയൊക്കെ എഴുതി. അപ്പോൾ ഫസ്റ്റത്തെ ഓവറിൽ എത്രയാണ്, 11 റൺസാണ്. അപ്പോൾ 11ൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചതുരം അല്ലേ, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓരോ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോഴും അല്ലേ പലതും പല സൈസായിരിക്കരുത്. ഒരേ എല്ലാത്തിൻ്റെയും സൈസ് ഒരുപോലെ ആയിരിക്കണം. ഇത് ഭയങ്കര തടിച്ചിട്ട് ഒന്ന് മെലിഞ്ഞിട്ടൊന്നും വരയ്ക്കരുത്. എല്ലാം ഒരേ സൈസിൽ വരയ്ക്കുക. നീളം എന്താണ് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ. നീളം എങ്ങനെയാണ്, ഫസ്റ്റത്തെ ഓവറിൽ 11ആണ്. അപ്പോൾ 11ലാണ് മാർക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഓവറിൽ 9ആണ്. അപ്പോൾ രണ്ടാമത്തെ ഓവറിൽ 9ലാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. 9ൽ വരച്ചിട്ട് ഒരു ചതുരം വരയ്ക്കുക. മൂന്നാമത്തെ ഓവറിൽ എന്താ, താഴെയുള്ളത് ഓവറാണ് അല്ലേ, മുകളിലുള്ളതാണ് റൺസ്. അപ്പോൾ മൂന്നാമത്തെ ഓവറിൽ എത്ര വരയ്ക്കേണ്ടത്,
മൂന്നാമത്തെ ഓവറിൽ 8 അപ്പോൾ 8 മാർക്ക് ചെയ്തിട്ട് ചതുരം വരക്കുക റെക്റ്റാങ്കിൾ. നാലാമത്തെ ഓവറിൽ 4th ഓവറിൽ 16 അപ്പോൾ 16 16 ഇവിടെ ഉള്ളത് 16 മാർക്ക് ചെയ്ത് വരക്കുക അല്ലേ. 11th ഓവറിൽ എത്രയാണ് 18 അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്ത് 17th ഓവറിൽ ഏറ്റവും കൂടുതൽ ഓവർ ഏതിനാണ് നേടിയത് അല്ലേ. 17th ഓവറിൽ എത്രയാണ് 20 റൺസ് എടുത്തിട്ടുണ്ട് അല്ലേ. 20 റൺസാണ്. 20 റൺസ് എടുത്തത് എത്രാമത്തെ ഓവറിലാണ് 17ാമത്തെ ഓവറിലാണ് അല്ലേ. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താം അല്ലേ. ഏറ്റവും കുറവ് എടുത്തത് ഏതൊക്കെയാണ് അല്ലേ. ഏറ്റവും കുറഞ്ഞതിൽ അളവ് കുറഞ്ഞ റൺസ് എടുത്തതിൽ ഏറ്റവും കൂടുതൽ എടുത്തത് അതിനേക്കാൾ കുറവെടുത്തത് എല്ലാം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചോദ്യങ്ങൾ വ്യത്യസ്ത തരമായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ നമുക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉത്തരം എഴുതാൻ കഴിയണം. ഏറ്റവും കുറവ് പറയുമ്പോൾ ഏറ്റവും ചെറുത് നോക്കിയെടുക്കുക. അവിടെ 3 എണ്ണം അല്ലേ 4 എണ്ണം ഉണ്ട് ഏറ്റവും ചെറുത് ഇല്ലേ. അപ്പോൾ അതൊക്കെ എഴുതണം. ഏറ്റവും കൂടുതൽ അറിയുമ്പോൾ അല്ലേ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അതിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇത് അതിനേക്കാൾ ചെറുത് ഇത് അല്ലേ. അപ്പോൾ ഓരോ റൺസിലല്ലേ 17ാമത്തെ ഓവറിൽ എത്ര റൺസ് എടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും 20 റൺസ് 20 റൺസ് എടുത്തു അല്ലേ. 19ാമത്തെ ഓവറിൽ എത്ര റൺസ് എടുത്തു എന്ന് ചോദിച്ചാൽ 1 2 3 അല്ലേ 3 മൂന്നാമത്തെ ലൈനിലല്ലേ ഉള്ളത് 3 റൺസ് എടുത്തു എന്ന് പറയാം. 20ാമത്തെ ഓവറിൽ എത്ര റൺസ് എടുത്തു എന്ന് പറഞ്ഞാൽ എത്ര 8ലാണുള്ളത് അല്ലേ ഈ വര അല്ലേ. അപ്പോൾ 8 റൺസ് എടുത്തു എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ടേബിൾ ഇല്ലാതെ നമുക്ക് എന്താണ് ഇതിൽ തന്നെ കണ്ടെത്താൻ കഴിയും ഇല്ലേ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പല രീതിയിലുണ്ടാകും. Now let's see the specific graph of the പെർഫോമൻസ് ഓഫ് ഇന്ത്യ ബാറ്റിംഗ് സെക്കൻഡ്. ഇനി രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യ ഓരോ ഓവറിൽ നേടിയ റൺ ചിത്രം മാത്രമായി നോക്കാം. നേരത്തെ ഇംഗ്ലണ്ട് ഇന്ത്യയും തമ്മിലുള്ള മത്സരമാണ്. ഇംഗ്ലണ്ടിനാണ് ഫസ്റ്റ് കാണിച്ച ഗ്രാഫ് അല്ലേ. ഇനി ഇന്ത്യൻ്റെത് സെക്കൻഡ് ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഗ്രാഫാണല്ലേ ഡാറ്റ പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. താഴെ ഓവേഴ്സ് മുകളിൽ എത്ര റൺസ് അല്ലേ. ഫസ്റ്റത്തെ ഓവറിൽ എത്ര റൺസ് എടുത്തു 8 റൺസ് എടുത്തു. അങ്ങനെ എത്ര ഓവേഴ്സ് ഉണ്ട് ഇവിടെ 19 ഓവറുകളുള്ളൂ അല്ലേ. നേരത്തെ 20 ഓവർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് 20 കാണിച്ചില്ല. ഇറ്റ് ഡസ് നോട്ട് ഷോ ദി 20th ഓവർ സിൻസ് ഇന്ത്യ വോൺ ഇൻ ദിസ് 19th ഓവർ അല്ലേ. 19ാം ഓവറിൽ തന്നെ ഇന്ത്യ ജയിച്ചതിനാലാണ് 20ാം ഓവർ കാണിക്കാതിരുന്നത് അല്ലേ. 20th ഓവർ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അല്ലേ. 19th ഓവറിൽ തന്നെ ഇന്ത്യ ജയിച്ചു അല്ലേ. ജയിച്ചു കഴിഞ്ഞാൽ മാച്ച് കഴിഞ്ഞു അല്ലേ. പിന്നെ 20ാമത്തെ ഓവർ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര ഓവറുകൾ ഉണ്ട് അല്ലേ ഈ അവസാനിക്കുന്നതില്ലേ. ഇവിടെ 19 ഓവർ ആയതുകൊണ്ട് 19ൽ അവസാനിച്ചു. 20 ഓവർ ഉണ്ട് 20ൽ അവസാനിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എത്രാമത്തെ ഓവറിലാണ് കളി അവസാനിച്ചതെന്ന് ചോദിച്ചാൽ 19ാമത്തെ ഓവർ. ഇവിടെ ഓവർ 19 വരെയല്ലേ ഉള്ളൂ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലേ. വി ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ദിസ് ഗ്രാഫ് ഇറ്റ് സെൽഫ് അല്ലേ. കുറേ ഇൻഫോർമേഷൻ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. പല കാര്യങ്ങളും മനസ്സിലാക്കാം. ഇൻ വിച്ച് ഓവർ വാസ് ദി മോസ്റ്റ് റൺ സ്കോർഡ് അല്ലേ. എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയത്. മോസ്റ്റ് റണ്ണ് സ്കോർ ചെയ്തത് ഏത് ഓവറിലാണ് അല്ലേ. വിച്ച് ഓവർ ഏത് ഓവറിലാണ് ഏറ്റവും കൂടുതൽ ഓവർ ഇതാ ഏറ്റവും കൂടുതൽ റണ്ണ് സ്കോർ ചെയ്ത റൺസാണ് ഇവിടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ വലിയത് ഏതാണ് ഇതല്ലേ. ഏറ്റവും വലുതല്ലേ. ഇതിനേക്കാൾ വലുതിനുണ്ടോ അതെത്ര 20 റൺസ് സ്കോർ ചെയ്തത് ഏത് ഓവറിലാണ് 11ാമത്തെ ഓവറിലാണ്. ഏത് ഓവറിലാണെന്നാണ് വിച്ച് ഓവറിൽ ഏത് ഓവറിലാണെന്ന് ചോദിച്ചത്. അപ്പോൾ 10 അല്ല 11 അല്ലേ. 11ാമത്തെ ഓവറിലാണ് 20 റൺസ് സ്കോർ ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ഏതിലാണെന്ന് ചോദിച്ചത് ഏത് ഓവറിലാണ്. അപ്പോൾ 11ാമത്തതിലെ 11th ഓവറിലാണ്. ഹൗ മെനി റൺസ് വേർ സ്കോർഡ് അല്ലേ. എത്ര റൺസാണ് സ്കോർ ചെയ്തത്. ഹൗ മെനി റൺസിലെ എത്രയാണ് അല്ലേ. ഹൗ മെനി റൺസ് എന്ന് ചോദിക്കുമ്പോൾ 11ാമത്തിൽ 20 റൺസ് ഇതാണ് അല്ലേ ഈ സൈഡിലുള്ളത്. അപ്പോൾ 20ലല്ലേ ഇത് അവസാനിക്കുന്നത്. അപ്പോൾ 20 റൺസാണ് സ്കോർ ചെയ്തത്. അപ്പോൾ എത്രയെന്ന് ചോദിക്കുമ്പോൾ 20. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓവർ വാസ് ദി ലീസ്റ്റ് റൺ സ്കോർഡ് അല്ലേ. എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കുറച്ച് റൺ കിട്ടിയത് അല്ലേ. ലീസ്റ്റ് റൺ സ്കോർ ചെയ്തത് എത്രാമത്തെ ഇൻ വിച്ച് ഓവർ. ഹൗ മെനി റൺസ് വേർ സ്കോർഡ് അല്ലേ. അത് എത്രയാണല്ലേ എത്ര റൺസാണ് സ്കോർ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് സ്കോർ ചെയ്ത റൺസ് ഏതാണ് ലീസ്റ്റ് റൺസിൽ. അത് ഏറ്റവും ചെറിയ കള്ളി നോക്കിയാൽ ഏറ്റവും ചെറിയ ചതുരങ്ങൾ ഏതാണെന്നല്ലോ അതല്ലേ. ഈ 3 എണ്ണം ചെറുതാണല്ലേ. ഈ 3 എണ്ണം ഏതാണ് 13 14 15 ഈ ഓവറുകളിലാണ് എന്താണ് ഏറ്റവും കുറവ് റൺസ് ഉള്ളത്. അതെത്രയാണ് അല്ലേ 3 ആണല്ലേ. 3ലുള്ളത് 1 2 3 അല്ലേ 3 റൺസ് അല്ലേ. മൂന്നാമത്തേലാണ് ഇത് നിൽക്കുന്നത് അല്ലേ. ഇത് എൻ്റെ ചെയ്യുന്നത് ഏതിലാണ് 3 റൺസാണ് എടുത്തത്. അതാണ് 3ൽ വരച്ചത് അല്ലേ. 3 റൺസിലാണ് ഇത് 3 13 14 15 ഓവറുകളിൽ 3 റൺസാണ് കിട്ടിയത്. ഇതിൽ ഏറ്റവും ചെറുത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് അല്ലേ. ഏറ്റവും മോസ്റ്റ് റണ്ണ് സ്കോർ ചെയ്തത് ഏറ്റവും വലുത് 20 റണ്ണ് സ്കോർ ചെയ്തത് 11ാമത്തെ ഓവറിലാണ്. ഏറ്റവും ചെറുത് അല്ലേ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് പഠിക്കാതെ ഇതിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ അറിയണം. ഏറ്റവും വലുത് അറിയുമ്പോൾ ഇത് ഏറ്റവും ചെറുത് ഇതാണല്ലോ. ഏറ്റവും ചെറുതുള്ളത് ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ. 1 മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ചിലപ്പോൾ 3 എണ്ണം ഉണ്ടാവും ചിലപ്പോൾ 1 മാത്രം ഉണ്ടാവും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇൻ ഹൗ മെനി ഓവേഴ്സ് വെർ മോർ ദാൻ 10 റൺ സ്കോർഡ് അല്ലേ. 10ൽ കൂടുതൽ റണ്ണ് സ്കോർ ചെയ്തതില്ലേ. എത്ര ഓവറിലാണ് 10നേക്കാൾ കൂടുതൽ റൺ കിട്ടിയത്. വിച്ച് ആർ ദോസ് ഓവേഴ്സ് അത് ഏതൊക്കെ ഓവറാണെന്നും ചോദിച്ചിട്ടുണ്ട്. 10നേക്കാൾ കൂടുതൽ റൺസ് കിട്ടിയത് ഏതൊക്കെ ഓവറിലാണ്. ഇതാണ് 10ാമത്തെ റൺസ് അല്ലേ. 10നേക്കാൾ കൂടുതൽ റൺസ് കിട്ടിയത് ഏതൊക്കെയാണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ 10ൻ്റെ അവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ 10നേക്കാൾ മുകളിലുള്ളത് ആരൊക്കെയാണുള്ളത്. അതെല്ലാം 10നേക്കാൾ കൂടുതലല്ലേ. 4ാമത്തെ ഓവറിലുണ്ട്. 4ാമത്തെ ഓവറിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 12 റൺസാണ് എടുത്തത്. നെക്സ്റ്റ് ഏതാണ് ഇതേതാണ് 8ാമത്തെ ഓവറിൽ എത്രയാണിത് 16 റൺസ്. 9ാമത്തെ ഓവറിൽ എത്രയാണ് 13 റൺസ്. നെക്സ്റ്റ് 10ാമത്തെ ഓവറിൽ എത്രയാണ്. ഇത് ഇതിൻ്റെ മുകളിലാണ്. ഈ വരക്ക് മുകളിലുള്ളതൊക്കെ എടുക്കാം അല്ലേ. 10ാമത്തെ ഓവറിൽ 14 റൺസ് അല്ലേ. കറക്റ്റ് അല്ലേ നോക്കണേ. 11ാമത്തെ ഓവറിൽ എത്രയാണ് 20 റൺസ് അല്ലേ. 20ലല്ലേ ഇത് നിൽക്കുന്നത്. ഇതെല്ലാം 10ൻ്റെ ഓവറിനേക്കാൾ കൂടുതലാണ് അല്ലേ. 10നേക്കാൾ വലുതല്ലേ. 12 16 13 14 20 ഈ റൺസ് എല്ലാം 10നേക്കാൾ കൂടുതലല്ലേ. 10നേക്കാൾ കൂടുതൽ അതിൻ്റെ മുകളിൽ 10നേക്കാൾ മുകളിലുള്ള ഈ റൺസ് കിട്ടിയതെല്ലാം നമുക്ക് എടുക്കാം. ഏതൊക്കെ ഓവറുകളിലാണ് നമ്മൾ എഴുതി അല്ലേ. ക്വസ്റ്റ്യൻ താഴത്തും നമ്മളെ ഗ്രാഫ് മുകളിലുമാണ്.
ഓരോ ക്വസ്റ്റ്യൻ്റെയും മലയാളം മീനിങ്ങും മലയാളം ക്വസ്റ്റ്യനും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഹൗ മെനി ഓവേഴ്സ് വേർ ലെസ് ദാൻ 6 റൺസ് സ്കോർഡില്ലേ? ലെസ് ദാൻ 6, അപ്പോൾ 6-നേക്കാൾ കുറവില്ലേ? 6-നേക്കാൾ എത്ര ഓവറിലാണ് 6-നേക്കാൾ കുറവ് റൺ കിട്ടിയതില്ലേ? ഇൻ ഹൗ മെനി ഓവേഴ്സിൽ എത്ര ഓവറുകളിലാണ് ലെസ് ദാൻ 6 റൺ സ്കോർ ചെയ്തത്? അപ്പോൾ 6-നേക്കാൾ കുറവ് കിട്ടിയത് വിച്ച് ആർ ദോസ് ഓവേഴ്സ്? അത് ഏതൊക്കെയാണ് ആ ഓവർ? ഏതൊക്കെ ഓവറുകളിലാണെന്ന് നമ്മൾ എഴുതണം. 6 റൺസ് എവിടെയാണ് കിടക്കുന്നത്? ഇതാണ് 6 അല്ലേ? 6 6ൻ്റെ അവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ വരക്കുക. 6-നേക്കാൾ കുറവ് കിട്ടിയതാണ് ലെസ് ദാൻ 6. ലെസ് ദാൻ പറഞ്ഞാൽ എന്താണ്? കുറവ് എന്നാണ്. ലെസ് അല്ലേ? ഗ്രേറ്റർ ദാൻ പറഞ്ഞാൽ കൂടുതൽ, ഗ്രേറ്റർ. ഇവിടെ ലെസ് ദാൻ 6 ആണ്, കുറവാണ് ചോദിച്ചത്. 6-നേക്കാൾ കുറവ്, മുകളിലല്ല കേട്ടോ, അപ്പോൾ താഴെയാണ് കുറവ് ഉണ്ടാവുക. അപ്പോൾ 6-നേക്കാൾ കുറവ് റൺസ് എടുത്തത് ഇതാണ്. ഈ ലൈനിൻ്റെ താഴെ ഉള്ളത് ഏതൊക്കെയാണ്? ഇത്രയാണല്ലേ, ഈ പാർട്സാണ്. അതായത് 12, 13, 14, 15, 16, 17 ഇത്രയും റൺസിലാണ്, ഇത്രയും ഓവേഴ്സിലാണ് നമുക്ക് 6-നേക്കാൾ കുറവ് കിട്ടിയത്. ഇത് എത്രയാണ്? ഇത് 5 ആണല്ലേ. 12-ൽ 5, 13-ൽ 3, 14-ലും 3, 15-ലും 3, 16-ൽ 5, 17-ൽ ഇത് എത്രയാണ്? 4 അല്ലേ. ഇവിടെ 2 റൺസില്ലേ എത്ര റൺസാണെന്നുള്ളത്. ഇത് ഓവറാണ്, താഴെയുള്ളത് ഓവറല്ലേ. ഈ ഓവറുകളിൽ ഇത്രയും റൺസാണ് ഇതാ 6-നേക്കാൾ കുറവ് റൺസ് ഉള്ളത്. 6-നേക്കാൾ കുറവ് റൺസ് അല്ലേ 5, 3, 4 എന്നൊക്കെ പറയുന്നത് 6-നേക്കാൾ കുറവല്ലേ. നൗ മേക്ക് എ ടേബിൾ ഷോവിങ് ദി റൺസ് ഇന്ത്യ സ്കോർഡ് ഇൻ ഈച്ച് ഓവർ അല്ലേ. ഇന്ത്യ ഓരോ ഓവറിലും സ്കോർ ചെയ്ത റൺസ് കാണിച്ചിട്ടുള്ള ടേബിളിലെ ആദ്യ ടേബിളിൽ നമ്മൾ ഗ്രാഫ് വരച്ചു. ഇനി ഗ്രാഫിൽ നിന്ന് അതേപോലെ ടേബിളിലെ ഓവറും സ്കോറും രണ്ടാക്കി എഴുതിയിട്ടില്ലേ? ഓവറും റൺസും അല്ലേ. ഓവർ ഒരു ബോക്സ്, റൺസിലെ ഓരോ ഓവറിലെ ഫസ്റ്റത്തെ ഓവറിൽ എത്ര എടുത്തു? 8, രണ്ടാമത്തെ ഓവറിൽ 9 അല്ലേ. ഇത് ടേബിളാക്കി വരക്കാനാണ് പറഞ്ഞത് അല്ലേ. അതായത് ഫസ്റ്റത്തെ ഓവറിൽ 8, രണ്ടാമത്തെ ഓവറിൽ എത്രയാണ്? 9, മൂന്നാമത്തെ ഓവറിൽ 9, നാലാമത്തെ ഓവറിൽ 12 അല്ലേ. ഇതങ്ങനെ ടേബിൾ ആക്കുക. അപ്പോൾ ഓവർ റൺസിലെ ഓവറുകളില്ലേ 1, 2, 3 അത് 90 വരെ കൊടുക്കുക. 19 ഓവറിൽ എത്ര റൺസാണ് എടുത്തത്? റൺസ് 7 ആണല്ലേ. അപ്പോൾ 7 എന്ന് എഴുതുക. ഓരോന്നിൻ്റെ ടേബിളാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓരോ ഓവറിൽ എത്ര റൺസ് എടുത്തുക, ഈ അളവുകളാണില്ല. ഇത് എത്രയിലാണല്ലേ? ഇവിടെ എത്രയാണ്? 11-ൽ എത്രയാണ്? 20 റൺസ് എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ 20 എന്ന് എഴുതുക അല്ലേ. ഓരോന്നും ക്രമത്തിലാക്കി ബോക്സ് ആക്കിയിട്ട് കോളമാക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ്, വി ക്യാൻ ആൾസോ കമ്പയർ ദി ബാറ്റിംഗ് പെർഫോമൻസ് ഓഫ് ദി ടീം ബൈ ഡ്രോയിങ് ദി ഗ്രാഫ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് കമ്പൈനിങ് ദം അല്ലേ. നമുക്ക് ഇത് രണ്ടും കൂടി ജോയിൻ, ആദ്യം നമ്മൾ ഇംഗ്ലണ്ടിൻ്റെത് കണ്ടു, ദെൻ ഇന്ത്യയുടെ ഗ്രാഫ് കണ്ടു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരക്കാം അല്ലേ. ഇംഗ്ലണ്ടിന് ഗ്രീൻ കളർ കൊടുത്തു, ഇന്ത്യക്ക് എന്താണ്? ഓറഞ്ച് കളറും കൊടുത്തു. അപ്പോൾ 2 കളറിൽ 2 ഗ്രാഫ് കൂടി കമ്പൈൻ ചെയ്തിട്ടില്ലേ, കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒറ്റ ഗ്രാഫ് ആക്കിയിട്ട് വരക്കാം. നമുക്ക് കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യാം അല്ലേ. ഏതൊക്കെ ഓവറിൽ എത്ര റൺസ് ആർക്കാണല്ലേ. ഫസ്റ്റ് ഓവറിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയത് അല്ലേ? ഗ്രീൻ ഏതാണ്? ഇംഗ്ലണ്ടിനാണ് അല്ലേ. രണ്ടാമത്തിൽ രണ്ടാൾക്കും സെയിം ആണ് അല്ലേ. നെക്സ്റ്റ് 4th ഓവറിൽ ആർക്കാണ്? ഗ്രീൻ ഏതാണ്? ഇംഗ്ലണ്ടിനാണ് കൂടുതൽ. നെക്സ്റ്റ് 11th ഓവറിൽ ആർക്കാണ്? ഓറഞ്ചാണ് കൂടുതൽ, അതായത് ഇന്ത്യക്കാണ് കൂടുതൽ റൺസ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടണം അല്ലേ, ആൻസർ കിട്ടിയിരിക്കണം. ക്യാൻ യു ആൻസർ ദീസ് ക്വസ്റ്റ്യൻ യൂസിങ് ദി എബോവ് ഗ്രാഫിലെ മുകളിലുള്ള ഈ ചിത്രം നോക്കിയിട്ട് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോ അല്ലേ. ദീസ് ക്വസ്റ്റ്യൻസ് ഈ ഗ്രാഫ് നോക്കിയിട്ടാണ് ഉത്തരം പറയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓവേഴ്സ് ഡിഡ് ഇന്ത്യ സ്കോർ മോർ റൺസ് ദാൻ ഇംഗ്ലണ്ട് അല്ലേ. ഇംഗ്ലണ്ടിനേക്കാളും ദാൻ ഇംഗ്ലണ്ട് അല്ലേ. ഇന്ത്യ സ്കോർ ചെയ്തത്, കൂടുതൽ സ്കോർ ചെയ്തത് ഏത് ഓവറിലാണ് അല്ലേ. ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റൺ നേടിയത്? ഇംഗ്ലണ്ടിനേക്കാൾ, മോർ ദാൻ ഇംഗ്ലണ്ടിനേക്കാൾ ഇന്ത്യ അതിലാണ് കൂടുതൽ. അപ്പോൾ ഇന്ത്യ ഏതാണ്? ഓറഞ്ച് കളർ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏതാണ്? ഇതിലല്ലേ ഓറഞ്ച് കൂടുതൽ നിൽക്കുന്നത്. വേറെയിലാണ് അല്ലേ. ഗ്രീനേക്കാളും ഓറഞ്ച് കൂടുതൽ നിൽക്കുന്നത് ഏതൊക്കെ നോക്കുക അല്ലേ. ഗ്രീനാണ് കൂടുതൽ അല്ലേ. ഇത് സെയിം ആണ്. ഓറഞ്ച് കൂടുതലുള്ളതാ 5th-ലുണ്ടല്ലേ. ഇതാ 3-ൽ ഓറഞ്ച് കൂടുതലാണ്, 4-ൽ ഓറഞ്ച് കുറവാണ്, 3-ൽ 5-ൽ ഓറഞ്ച് കൂടുതലാണ്, 6-ൽ ഓറഞ്ച് കൂടുതൽ. അതായത് ഇന്ത്യക്കാണ് റൺസ് കൂടുതലുള്ളത് അല്ലേ. ഇവിടെ റൺസ് കൂടുതലുള്ളത് ഇന്ത്യക്കാണ്, ഓറഞ്ചിനാണ് അല്ലേ. ഇവിടെ ഓറഞ്ച് കൂടുതലുള്ളത് 8-ലും ഓറഞ്ചാണ് കൂടുതൽ, 9th-ലും ഓറഞ്ചാണ് കൂടുതൽ, 10-ൽ ഓറഞ്ച്, 11th-ലും ഓറഞ്ചാണ് കൂടുതൽ. അതായത് ഇന്ത്യയാണ് കൂടുതലുള്ളത്. ബാക്കിയൊക്കെ ഓറഞ്ച് കുറവല്ലേ. ഇവിടെ ഉണ്ടല്ലേ 19-ലും ഓറഞ്ചാണ് കൂടുതലുള്ളത്, അതായത് ഇന്ത്യയാണ് കൂടുതലുള്ളത്. ബാക്കിയൊക്കെ നോക്കൂ, ഗ്രീൻ അല്ലേ കൂടുതലുള്ളത് അല്ലേ. ഓറഞ്ച് ഏറ്റവും കൂടുതൽ മുകളിൽ നിൽക്കുന്നത്. ഇത് രണ്ടും ഒന്നിൻ്റെതാണ്, 17-ൻ്റെതാണ് ഈ ഗ്രീനും ഈ ഓറഞ്ചും. ഇതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതില്ലേ ഇന്ത്യ, ഓറഞ്ച് കൂടുതലുള്ളത് ഇതിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എഴുതുക. അതായത് ഇന്ത്യക്ക് കൂടുതൽ റൺസ് കിട്ടിയതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓവേഴ്സ് ഡിഡ് ബോത്ത് ടീം സ്കോർ ദി സെയിം നമ്പർ ഓഫ് റൺസ്. ഏതൊക്കെ ഓവറിലാണ് 2 ടീമും ഒരേ റൺ നേടിയത്? സെയിം നമ്പർ ഓഫ് റൺസ്. ബോത്ത് ടീംസിലെ 2 ടീമും ഒരേ സെയിം നമ്പർ ഓഫ് റൺസിലെ ഒരേ നമ്പർ, ഒരേ റണ്ണ് നേടിയത്. അതായത് ഒരുപോലെ നിൽക്കുമല്ലേ, സെയിം ടു സെയിം അല്ലേ. ഏതൊക്കെയാണ്? ഇവിടെ ഉണ്ട് സെയിം ടു സെയിം അല്ലേ. 2ാമത്തെ ഓവറിലുണ്ട്, ദെൻ സെയിം ടു സെയിമിലുള്ളത് 7ാമത്തെ ഓവറിലുണ്ട്, ദെൻ 12ാമത്തിൽ സെയിം ടു സെയിം ആണ്, 14, 15 അല്ലേ, 16 അല്ലേ. ഇതൊക്കെ സെയിം ആണല്ലേ. 14, 15, 16-ലൊക്കെ ഒരേ ലെവലിലാണ് നിൽക്കുന്നത് അല്ലേ. ഗ്രീനും ഓറഞ്ചും, അതാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും അല്ലേ. ഇംഗ്ലണ്ടും ഇന്ത്യയും ഒരേ ഓവറിലാണല്ലേ. സെയിം ടു സെയിം ഓവേഴ്സ് ആണല്ലേ. അതാണ് ഒരേപോലെ വരച്ചതല്ലേ. കൂടുതലുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ ഒന്ന് കുറവാണ് ഉണ്ടാവുക. ഒരേപോലെ ഉള്ളത് എല്ലാം സെയിം ആണല്ലേ. സെയിം നമ്പർ ഓഫ് റൺസിലെ ഒരേ റണ്ണ് നേടിയതാണ് ചോദിച്ചത്.
ദെൻ വിച്ച് ടീം സ്കോർഡ് മോർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് 10 ഓവേഴ്സ്. ആദ്യത്തെ 10 ഓവറിൽ കൂടുതൽ റൺ നേടിയത് ഏത് ടീമാണല്ലേ? ഫസ്റ്റ് 10 ഓവേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയത് ഏതാണ്? ഇപ്പോൾ ഫസ്റ്റത്തെ 10 ഓവേഴ്സിലാണ്. ഈ 10 ഓവേഴ്സ് എടുക്കുക, അതിൽ ഏറ്റവും കൂടുതൽ രണ്ടാളത് ആഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയതെന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ 10 ഓവറിലാണ്. അപ്പോൾ ഫസ്റ്റ് 10 ഓവേഴ്സ് എവിടെയാണ്? ഇവിടെ വരെയാണ് എടുക്കേണ്ടതില്ല. ആദ്യത്തെ 10 ഓവറിൽ വരെ എടുത്താൽ മതി. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെത് ഗ്രീൻ കളർ ഏതാണ്? ഫസ്റ്റത്തെ ഓവറിൽ 13 ആണ്, രണ്ടാമത്തതിൽ 9 ആണ് അല്ലേ? 9 അല്ലേ? രണ്ടാമത്തെ ഓവറിൽ 9 ആണ്, രണ്ട് പേർക്കും 9 ആണല്ലേ? ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യൻ്റെതും 9 ആണല്ലേ? നെക്സ്റ്റ് തേർഡ് ഓവറിൽ 8, ഫോർത്തിൽ 12, ഫിഫ്ത്തിൽ 6 അല്ലേ? ആറാമത്തെ ഓവറിൽ 3, അങ്ങനെ ഓരോന്നും എടുത്തേക്കല്ലേ? 10ാമത്തെ ഓവറിൽ എത്രയാണ്? 5 ആണല്ലേ? 10ാമത്തെ ഓവറിൽ 5-ലല്ലേ ഗ്രീൻ കളർ ഇംഗ്ലണ്ടിൻ്റെത്? അതേപോലെ ഇന്ത്യൻ്റെത് ഓറഞ്ച് കളർ ഏതിലാണ് നിൽക്കുന്നത് അല്ലേ? ഓറഞ്ച് കളർ ഫസ്റ്റത്തെ റണ്ണിൽ ഏതിലാണ്? 8-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 8 നേടുക. രണ്ടാമത്തേൽ 9-ലാണ്, 2 9 ആണല്ലേ? മൂന്നാമത്തത് 9-ലാണ്, നാലാമത്തത് 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോന്നും നിൽക്കുന്നത് ഓറഞ്ച് കളറിൻ്റെത് ഇന്ത്യ അല്ലേ? ഓറഞ്ച് കളർ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത് ഏത് ഓവറിലാണ്, ഏത് റൺസിലാണെന്ന് നോക്കിയിട്ട് ഓറഞ്ച് കളർ നിൽക്കുന്നത് ഏത് റൺസിലാണ്. ഈ റണ്ണ് ഇത് ഓരോന്നിൻ്റെതും എടുത്തിട്ട് എഴുതുക. എന്നിട്ട് എല്ലാം കൂട്ടുക. 10 വരെ ഉള്ളതാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ 10 വരെ ഉള്ളത് കൂട്ടി നോക്കുക. ആഡ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെത് 75 കിട്ടും, ഇന്ത്യയുടേത് എത്ര കിട്ടും? 103 എന്നും കിട്ടും. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? ഇന്ത്യക്കാണ്. ഫസ്റ്റത്തെ 10 ഓവറിൽ കൂടുതൽ കിട്ടിയത് ഇന്ത്യക്കാണ്. 103 അല്ല ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ണില്ലേ? ഫസ്റ്റത്തെ 10 ഓവേഴ്സിൽ കൂടുതൽ റൺസ് കിട്ടും. എല്ലാ റൺസ് കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കാണ് കൂടുതൽ 103 കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യക്കാണ് കൂടുതൽ. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് പേജിലുള്ള എക്സസൈസ് പ്രോബ്ലംസ് നമുക്ക് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതോടെ ഈ ചാപ്റ്റർ കഴിയുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പാർട്ട് 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ എക്സാമൊക്കെ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചാൽ വേഗം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്.